ഏട്ടൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അതിനെന്താ, കാണാലോ. ഞാൻ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോവാം. അത് പറ്റില്ല, എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ ഒരു ഇന്റർവ്യൂ. സെലക്ഷൻ കൊള്ളാവോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മോനെ, അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം. അതേ ജന്മം നടക്കുന്നു തോന്നില്ല. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അമ്മാവനോട് പോയി. അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നൊന്ന് പറയണം. അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്താ എല്ലാവരും കൂടി ഗൂഢാലോചന? ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണക്കാര്യം പറയാൻ വന്നതാ. അതൊരു നല്ല കാര്യമാണല്ലോ. ഏതാടാ കുട്ടി? അത് കല്യാണം നമുക്ക് പൊടി പിടിക്കണം. അനന്ത് ഇവിടെ നമുക്ക് അന്വേഷിക്കാം. വാടാ പോവാ. നീ എന്തവിടെ? പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു അപ്പു. കുറച്ചു മുൻപ് ഒരു പെൺകുട്ടി അനന്തൻ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അവൾ മഹേന്ദ്രനുമായി ബന്ധമുള്ള പെണ്ണാ. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി. മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതല്ല അവന്റെ കളികളാ. എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ. സ്നേഹം നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രന് ഒറ്റുകൊടുക്കാനാണ്. അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മായെ നിനക്ക് ഇപ്പോഴും അനന്തനെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളുമായിട്ട് ഇവിടെ എത്തും. അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട അപ്പൂന്റെ വില. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇപ്പോൾ അതിന് അപ്പൂന് മാത്രമേ കഴിയൂ. ശരിയാണ്. മായിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായിക്ക് മനസ്സിലാവുമല്ലോ. വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് പോകാം. ഹലോ അപ്പുക്കുട്ടൻ. ഹലോ. എന്നെ മറന്നില്ല അല്ലേ? താങ്ക് യു. ഈ കുട്ടി ഇത് മായ. ഞാൻ പറഞ്ഞില്ലേ, മായ ഇരിക്കെ. ഞങ്ങളൊന്ന് സഹായിക്കണം. വിശ്വസിച്ച് വരുന്നവരെ പാറക്കാരൻ ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല. ഞാനിവിടെ തരിച്ചാണ്. നിങ്ങൾക്കിവിടെ സുഖമായി കഴിയാം. മോനോ? ഗായത്രി ഇല്ലമ്മേ? ഉണ്ടല്ലോ. മോളെ ഗായത്രി, ഏട്ടൻ വന്നിരിക്കുന്നു. ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. മായ അവിടെ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു പിടിയില്ല. നീ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. മായ എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ? ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ. മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാള് ഞാനാണ്. അയാളെ ഭയന്നാണ് ഞാനും അമ്മയും അവിടെ വിട്ടത്. ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഞാൻ വരട്ടെ. ആരാ? ഞാൻ അപ്പുക്കുട്ടന്റെ പെങ്ങളാ. മായ ഒന്ന് കാണണമായിരുന്നു. വരൂ. എക്സ്ക്യൂസ് മീ. നീ എന്തിനോട് വന്നു? എന്റെ ചേച്ചിയുടെ ജീവിതം പൊളിച്ചത് നീയാണ്. ഇപ്പോ നീ എന്നെ പിന്തുടരുകയാണ്. എന്നെ വെറുതെ വിടില്ലല്ലേ? മായ, എന്നെങ്കിലും സത്യം പുറത്തു വന്നല്ലേ മതിയാകൂ. മായ വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നോണാ, എന്നെ മഹേന്ദ്രന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നീ വന്നത്? ഞാൻ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു. അനന്തൻ എന്റെ സഹോദരനാണ്.
മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചേട്ടൻ മായയെ ഹൃദയതുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി താമസിപ്പിക്കണ്ട. മായും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? എനിക്ക് അപ്പുക്കുട്ടനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത്. മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോയിക്കോട്ടെ. അയ്യോ, മായ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ വരാണ്ട് പോകുന്നത് ശരിയാണോ? മായ പോയി റെസ്റ്റ് എടുക്ക്. ഹലോ, മഹേന്ദ്രനല്ലേ? ആ, ഞാൻ വിൽസൺ പാറക്കാരൻ. നിങ്ങളുടെ ആ പെൺകുട്ടിയെ പിടിച്ചു തന്നാൽ ഈ വിൽസൺ പാറക്കാരൻ എന്ത് വരും? എന്തും തരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശമല്ലേ അവൾ. എനിക്ക് അധികമൊന്നും വേണ്ട, വെറും 1 കോടി. ആ, എങ്കിലും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോളൂ. അപ്പുക്കുട്ടനുമായും വിൽസൺ പാറക്കാരന്റെ വീട്ടിലുണ്ട്. അവർ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, തനിച്ചിരുന്ന് ബോറടിച്ചല്ലേ? അപ്പുവിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാറക്കാരൻ അപ്പുവിനെ എന്നെ കെണിയിലാക്കിയിരിക്കുകയാണ്. അയാൾ മഹേന്ദ്രന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹേന്ദ്രൻ ഇപ്പൊ ഇവിടെ എത്തും. സത്യമാണ് മായ പറയുന്നത്? അതെ, ഇത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹേന്ദ്രൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. വരൂ, നമുക്കിപ്പൊ തന്നെ അനന്തിന്റെ അടുത്ത് പോകാം. കൊള്ളാം, വിൽസൺ പാറക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഇവളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് എടാ, നീ ഇവിടെ കണ്ട് കിന്നാരം വയ്ക്കാതെ പുറത്ത് പോയി അടിയടാ. അവിടെ
ഇന്ന് ഞാൻ ഞാനൊക്കെ ഉണ്ട്. പറ്റിയ സാധനം കുട്ടി അവിടെ നില്ല ചൂല എന്റെ പാലു മൂത്രത്തെ മുക്കി ചൂല അടി പാറക്കാരാ, എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി, എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? എടുത്തെടുത്തെടുത്തു പോടാ. ആരായിരുന്നോ? അപ്പു, എന്റെ പണി ഇപ്പൊ തീർന്നാ. തെമ്മാടിത്തരം കാണിച്ചിട്ട് പോക്കറ്റിനും പറയുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹലോ. ഇതാരെ കൈവിടണം. എന്നെ കൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സ്മൈൽ സ്മൈൽ.